വേർഡാണ് നമ്മൾ എടുക്കാൻ പോണത്. വേർഡ് എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് വേർഡ് ടൈപ്പ് ചെയ്ത് വേർഡ് എടുക്കുമ്പോൾ വേർഡ് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇത് റീസെൻറ്റ് ഫയൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുന്നു. ഇതൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്. ഇതെല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്, അതായത് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ തീംസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പ്രീ ഡിസൈൻഡ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ബയോഡേറ്റയാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് കൊടുത്തു നമ്മളിപ്പോൾ. ഇതാണൊരു ഇൻ്റർഫേസ്. ഒരു ഡിഫോൾട്ടായിട്ടൊരു പേജ് നമുക്ക് വരും. ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്യാനും അൺഡു ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേര്, ഡോക്യുമെൻറ്റ് 1 എന്നുള്ളത്. ഇത് മിനിമൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും റീസ്റ്റോർ ഡൗൺ ചെയ്യാനും ഇത് ക്ലോസ് ചെയ്യാനുള്ളതാണ്. ഇതിലൊരു മെനു ഉണ്ട്, ഫയൽ മെനു എന്നാണ് നമ്മൾ പറയുന്നത്. ബാക്കി ടാബുകളാണ്. ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡിസൈൻ ടാബ്, അങ്ങനെ ടാബുകളെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയൽ മെനു ആണ്. ഫയൽ മെനുവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫയലിൽ വരുന്നുണ്ട്. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പുതിയൊരു ഫയൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ യൂസ് ചെയ്യുന്നത്. ന്യൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള കൺട്രോളും എന്നും കൂടി പ്രസ് ചെയ്താൽ മതി. അതായത് Ctrl+N ആണ് ഈ പറയുന്ന നമ്മുടെ പുതിയ ഡോക്യുമെൻ്റ് എടുക്കാനുള്ള അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓപ്പൺ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്തതിന് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഓപ്പൺ. അടുത്ത സേവ് ആണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ് എന്ന് പറയുന്ന ഫയൽ. സേവ് ആസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഫയലിനെ സെയിം ലൊക്കേഷനിൽ വേറൊരു പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലോ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ലൊക്കേഷനിൽ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റായിട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ആസ് യൂസ് ചെയ്യുന്നത്. സേവ് ആസിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F12 എന്ന് പറയുന്നത് ഫംഗ്ഷൻ കീ 12 ആണ്. അതേപോലെ തന്നെ സേവിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോളും എസും കൂടി പ്രസ് ചെയ്യുമ്പോഴാണ് സേവ് ആകുന്നത്. അടുത്താണ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിൽ വരാൻ നേരത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഡോക്യുമെൻ്റ് എന്താണോ ഓപ്പൺ ആയിട്ടുള്ളത് അതിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷെയർ എന്ന് വെച്ചാൽ നമുക്ക് മെയിൽസ് വഴി ആ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ ഔട്ട്ലുക്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് വേറെ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ്, PDF അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഇതിലേക്ക് മെനുവിലേക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് വരുന്ന ഒരു വിൻഡോയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫയൽ മെനുവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹോമാണ് നോക്കുന്നത്. ഹോമിൽ ശരിക്കും ഞാൻ പറഞ്ഞു, ഹോം എന്ന് പറയുന്നൊരു ടാബാണ്. ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡിസൈൻ. അപ്പോൾ ഞാനിത് വെക്കുന്നത് ഇത്രയും മെനൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയും മെനൂസ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇതിന് നമ്മൾ പറയുന്നത് റിബൺ എന്നാണ്. ഈ റിബണിനെ അഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല ഗ്രൂപ്പുകളായിട്ട്. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽ, അതേപോലെ തന്നെ എഡിറ്റിംഗ് ഗ്രൂപ്പ്. ഇത്രയും ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് വേർഡ്സ് ഉണ്ടെങ്കിലേ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് വേർഡ്സിന് ഞാൻ ഇടാണ്. അപ്പോൾ ഞാൻ വേർഡ്സ് ഇട്ടു. എനിക്ക് ഇപ്പോൾ വേണ്ടത് ഈ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ നമുക്ക് താഴെയും വേണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സെലക്ട് ചെയ്യുന്നു മൗസ് വെച്ച്, എന്നിട്ട് കോപ്പി ചെയ്യുന്നു. ഒന്നെന്നുണ്ടെങ്കിൽ Ctrl+C അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+C എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് കോപ്പി ചെയ്തു. ഇനി എവിടേക്കാണോ നമുക്കിത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
പേസ്റ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം വേണേലും നമുക്കത് പേസ്റ്റ് ചെയ്യാം. കാരണം ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ടെമ്പററി മെമ്മറി ലൊക്കേഷനിലാണ് ആ ടെക്സ്റ്റ് കോപ്പിയായി കിടക്കുന്നത്. ആ ക്ലിപ്പ് ബോർഡിലേക്ക് വേറൊരു ഡാറ്റ എപ്പോഴാണോ വരുന്നത് അതുവരെ അത് അവിടെ ഉണ്ടാവും. നമുക്ക് എത്ര പ്രാവശ്യം വേണേലും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിത് വേണ്ടാന്നുണ്ടെങ്കിലോ എനിക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. സെലക്ട് ചെയ്യുക, കട്ട് കൊടുക്കുക. Ctrl+X ആണ് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് വരിക. Ctrl+X കണ്ടോ, കട്ടായിപ്പോയി. പക്ഷേ കട്ട് ചെയ്താലുള്ള പ്രത്യേകത, ഞാൻ എന്താണോ കട്ട് ചെയ്തത് ഇപ്പോൾ ഈ പറയുന്ന ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന മെമ്മറിയിൽ എന്താണോ ഉള്ളത് അത് മാറിയിട്ട് ഈ കട്ട് ചെയ്ത കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് പേസ്റ്റ് ചെയ്യണം. കണ്ടോ, മൊത്തം പാരഗ്രാഫുകളാണ് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്ത കണ്ടൻറ്റ് ക്ലിപ്പ് ബോർഡിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് നോട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്തത് ഫോർമാറ്റ് പെയിൻ്ററാണ്. നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം.